എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ മഹനീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ GR അനിൽ, ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ P രാജീവ്, സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഏറ്റവും വന്ദ്യനായ സ്വാമിജി സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സ്വാമിമാരെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന തീർത്ഥാടകരെ, ഏറ്റവും അധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിങ്ങളെല്ലാവരെയും അഭിമുഖീകരിക്കുന്നത്. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ആരോഗ്യ സമ്മേളനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാനൊരു ആരോഗ്യ പ്രവർത്തകനാണ്, ഡോക്ടറാണ്. ഞാൻ റേഡിയോളജിസ്റ്റാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പലും സൂപ്രണ്ടുമൊക്കെയായി ജോലി ചെയ്തിരുന്ന ഒരു റേഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ശാസ്ത്രം നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നു എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ മഹാഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 93ാമത്തെ വർഷത്തിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിദ്യ നേടുവാൻ, വിദ്യ ചർച്ച ചെയ്യുവാൻ, വിജ്ഞാനം ചർച്ച ചെയ്യുവാൻ ഇവിടെ കൂടിയിരിക്കുന്നത്. 93 വർഷം മുമ്പ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നോളജ് എക്കോണമി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. വിജ്ഞാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്ക് നോളജാണ് ഏറ്റവും വലിയ അസറ്റ്, അതല്ലെങ്കിൽ പുതിയ ഓയിൽ എന്ന് പറയുന്നത് വിജ്ഞാനമാണ് എന്നാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത്. സ്വർണത്തെക്കാളും ഓയിലിനേക്കാളുമൊക്കെ ഏറ്റവും വലിയ ധനം അത് വിജ്ഞാനമാണ്. 93 വർഷം മുമ്പേ തീർത്ഥാടക സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിജ്ഞാനം തന്നെയാണ്, വിദ്യ തന്നെയാണ് എന്ന് ഗുരു പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ സംഘം ചേർന്ന് ശക്തരാവുക എന്നും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്നും. ഇപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും അധികം GDP ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഇവിടെ അധിനിവേശങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളെല്ലാം തന്നെ ഒരുപാട് ഉൽപ്പാദനങ്ങൾ നടത്തിയിരുന്ന അതിശക്തമായ ഒരു രാജ്യമായിരുന്നു. അത് തകർന്ന് തരിപ്പണമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമ്മളെ നയിക്കേണ്ടത് ഗുരുവിൻ്റെ ചിന്തകളാണ്. ഗുരുവിൻ്റെ ചിന്തകൾ തീർച്ചയായിട്ടും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ് ജപ്പാനെയും നമ്മൾ മറികടന്നു എന്നുള്ളത്. ജപ്പാനേക്കാളും വലിയ ഒരു എക്കണോമിക് പവറായി ഭാരതം മാറി എന്നുള്ളത്. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ജർമ്മനിയുടെയും മുകളിലായിട്ട് പോകും എന്നുള്ളത്. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് സാധിച്ചത്? ഇത് സാധിച്ചത് നമ്മുടെ അറിവ് കൊണ്ടാണ്, വിജ്ഞാനം കൊണ്ടാണ്. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, 2-3 വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ, ആളുകൾ മരിച്ചു വീണപ്പോൾ, നമുക്ക് ആരും വാക്സിൻ തരാതിരുന്നപ്പോൾ 200 കോടി വാക്സിൻ നമ്മൾ നിർമ്മിച്ചത്, ലോകത്തിന് നൽകിയത് നമ്മുടെ വിജ്ഞാനം കൊണ്ടാണ്, നമ്മുടെ സയൻസ് കൊണ്ടാണ്. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും അധികം സഹായിക്കുന്നത് സയൻസ് മാത്രമാണ്. ഞാൻ റേഡിയോളജിസ്റ്റാണ്. എനിക്ക് നിങ്ങളെ സ്കാൻ ചെയ്യാൻ പറ്റും. ഒരു ഫലിതം പറയുകയാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് നിങ്ങളുടെ തലച്ചോറ് സ്കാൻ ചെയ്തിട്ട് എനിക്ക് പറയാൻ കഴിയും എന്നുള്ള നിലയിൽ നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. നിങ്ങൾ സന്തോഷവാന്മാരാണോ അതോ ഈ പ്രസംഗിക്കുന്നയാളെ സഹിക്കാൻ വയ്യ എന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് നിങ്ങളുടെ തലച്ചോറ് സ്കാൻ ചെയ്ത് തലച്ചോറിലെ ഏത് ഭാഗമാണ് ആക്റ്റീവാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിലോട്ട് ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആശങ്കാകുലരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയ്ക്കും വകയില്ലാത്ത, തീർച്ചയായിട്ടും നമ്മളെയൊക്കെ സഹായിക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ തല്ലി തകർത്ത കേമന്മാരാണ് നമ്മൾ. കമ്പ്യൂട്ടർ വന്നാൽ നമ്മുടെ ജോലി ഇല്ലാതായി പോകുമെന്നും നമ്മുടെ ചെറുപ്പക്കാർ
അനാഥരായി പോകുമെന്ന് പറഞ്ഞ് എല്ലാ കമ്പ്യൂട്ടറുകളെയും തല്ലിത്തകർത്ത ഒരു സമൂഹത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്നത് കമ്പ്യൂട്ടറുകളാണ്. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലുള്ള വൻകിട കമ്പ്യൂട്ടർ കമ്പനികളുടെ മുകളിൽ ഇരിക്കുന്നത് ഭാരതീയരായത് ഈ കമ്പ്യൂട്ടറുകൾ കൊണ്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെ തന്നെയാണ്. റേഡിയോളജിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനം ചിക്കാഗോയിൽ 5 വർഷം മുമ്പ് നടന്നപ്പോൾ അന്ന് അവിടെ 35,000 പേർ ഉള്ള റേഡിയോളജിസ്റ്റുകൾ ചർച്ച ചെയ്ത വിഷയം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ റേഡിയോളജിസ്റ്റുകൾക്ക് ജോലി ഇല്ലാതാകുമോ എന്നാണ്. അന്നത്തെ ചർച്ചയുടെ അവസാന ഫലം റേഡിയോളജിസ്റ്റുകളുടെ ജോലി വളരെ മികച്ചതാക്കുമെന്നും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാകും എന്നുള്ളതാണ്. പ്രയോജനം ചെയ്യുവാൻ പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയായാലും ഇത് സൃഷ്ടിച്ചത് നമ്മളാകുമ്പോൾ നമ്മളതിൻ്റെ മുകളിലാണ് എന്ന ബോധത്തോടു കൂടി നമുക്കിതിനെ പെരുമാറാം. അതേസമയം തന്നെ ശാസ്ത്രീയ സത്യങ്ങളെ മനുഷ്യൻ്റെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, നമുക്കറിയാവുന്നതാണ്. ഈ വെടിമരുന്ന് കണ്ടുപിടിച്ച നൊബേൽ, അദ്ദേഹത്തിന് ആ വെടിമരുന്ന് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഒരു സമാധാന സമ്മാനം അദ്ദേഹം ഏർപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ ആറ്റമിക് എനർജി, ആണവ ഊർജം കൊണ്ടാണ് നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിലെ വൈദ്യുതി നൽകുന്നത്. പക്ഷേ അതൊരു ആറ്റം ബോംബായി പൊട്ടിയാൽ അത് ഹിരോഷിമയും നാഗസാക്കിയോ ആവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ഏറ്റവും മികവാർന്ന രീതിയിൽ ഉപയോഗിക്കാം, ഏറ്റവും ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ധാർമ്മികതയുള്ള ശാസ്ത്രം, ധാർമ്മികതയുള്ള വിദ്യ, അതാണ് ഗുരുദേവൻ പറയുന്നത്. ധാർമ്മികതയ്ക്ക് വേണ്ടി ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഗുരുദേവൻ്റെ സന്നിധിയിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ടും ഇതിനെന്നെ ക്ഷണിച്ച എല്ലാ ശ്രീനാരായണ ഭക്തന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.